അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദ്നാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദ്നാ മുഹമ്മദ്. ഇത് കേൾക്കുന്ന 100% ആളുകൾക്കും അത്യാവശ്യമായ, വളരെ അത്യാവശ്യമായ ഒരു അറിവ്. ഇത് ഒരിക്കലും നിങ്ങൾ ഒഴിവാക്കരുത്. നിങ്ങൾ ഒരു 3 മിനിറ്റ് ഇത് കേൾക്കാൻ സമയം കണ്ടെത്തണം. കാരണം അത്രയും പ്രധാനമാണ്. ജീവിതത്തിലെ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നേടിയെടുക്കാൻ വേണ്ടി ഈ ഒരു അമല് നിങ്ങൾ ചെയ്താൽ മതി. മഹാന്മാർ രേഖപ്പെടുത്തിയതാണ്. ഒരുപാട് മഹാന്മാർ അവരുടെ കിതാബുകളിൽ പറഞ്ഞ വലിയ മഹത്തായ ഒരു അമല്. ഞാൻ ആദ്യം ഒരു ബൈത്താണിത്. ഈ ബൈത്ത് ചൊല്ലിയാൽ എല്ലാവർക്കും ഈ നേട്ടം നേടാൻ വലിയ കാരണമാകും. ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി പറയുന്നു, ഇത് കേൾക്കുന്ന ഒരാൾക്ക് പോലും നഷ്ടമാവില്ലെന്ന് മാത്രമല്ല, അത്യാവശ്യമാണ്. ഒരിക്കലും ഒഴിവാക്കരുത്. ദിക്ർ, ആ മഹത്തായ ബൈത്ത് ഇതാണ്: ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ല വലാ അഖ്വാ അലാ നാരിൽ ജഹീമി ഫഹബിലി തൗബതൻ വഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറു ദംബിൽ അലീമി. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ല വലാ അഖ്വാ അലാ നാരിൽ ജഹീമി ഫഹബിലി തൗബതൻ വഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറു ദംബിൽ അലീമി. ഇതാണ് ബൈത്ത്. ഇത് എത്ര തവണ ചൊല്ലണം, എപ്പോഴാണ് ചൊല്ലേണ്ടത്, ചൊല്ലിയാലുള്ള വലിയ നേട്ടം എന്താണ്, ഇതാണ് ഇൻഷാ അല്ലാഹ് എന്ന് പറയുന്നത്. വളരെ പെട്ടെന്ന് ആദ്യം ഇതിന്റെ അർത്ഥമൊന്ന് ഞാൻ പറഞ്ഞു തരട്ടെ നിങ്ങൾക്ക്. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ല, എന്റെ റബ്ബേ, ഞാൻ ഒരിക്കലും സ്വർഗത്തിൽ അർഹനല്ല. ഞാൻ ചെയ്ത അമലുകളെ കൊണ്ട് എനിക്കൊരിക്കലും സ്വർഗത്തിൽ പോകാൻ കഴിയില്ല. വലാ അഖ്വാ അലാ നാരിൽ ജഹീമി, എന്നാലോ എനിക്ക് സ്വർഗത്തിൽ പോകാൻ ഞാൻ അമൽ ചെയ്തിട്ടില്ല. പക്ഷേ എനിക്ക് നരകത്തിൽ പോയാൽ അത് സഹിക്കുകയുമില്ല. വലാ അഖ്വാ, എന്നെ കൊണ്ട് കഴിയില്ല റബ്ബേ, അലാ നാരിൽ ജഹീമി, ആ ചുട്ടുപൊള്ളുന്ന നരകത്തിലേക്ക് പോകാൻ സഹിക്കാൻ എനിക്ക് കഴിയില്ല. ഫഹബിലി തൗബതൻ വഗ്ഫിർ ദുനൂബി, അല്ലാഹു എനിക്ക് തൗബ നൽകണം, എന്റെ പാപങ്ങൾ നീ പുറത്തു തരണം. ഫഇന്നക ഗാഫിറു ദംബിൽ അലീമി, നീ വലിയ മഹത്തായ മഹോന്നതനായ റബ്ബേ, നീ എല്ലാവരുടെയും പാപങ്ങൾ പുറത്തു കൊടുക്കുന്ന ആളാണല്ലോ, അതുകൊണ്ട് എന്റെ പാപങ്ങൾ പുറത്തു തരണം. ഇത് എത്ര തവണയാണ് ചൊല്ലേണ്ടത് എന്ന് കൂടി പറയാം. നിങ്ങൾ എല്ലാ വെള്ളിയാഴ്ചയുമാണ് ഇത് ചൊല്ലേണ്ടത്. എല്ലാ വെള്ളിയാഴ്ചയും ജുമുഅയ്ക്ക് ശേഷം ഒരു 5 തവണ, വെള്ളിയാഴ്ചകളിൽ 5 തവണ ഇത് ചൊല്ലുക. 5 തവണ ഈ ബൈത്ത് നിങ്ങൾ ചൊല്ലുക. 5 തവണക്ക് വളരെ കുറഞ്ഞ സമയം പോരെ. മുഅ്മിനീങ്ങളെ രക്ഷപ്പെടും, നമ്മൾ രക്ഷപ്പെടും. ഇത് രക്ഷപ്പെടാനുള്ള വലിയ മാർഗമാണ്. എന്താ ഇതുകൊണ്ട് നേട്ടം? മുഅ്മിനായി ഈമാൻ കിട്ടി മരിക്കാൻ ഇത് കാരണമാകും. ഈമാൻ കിട്ടി മരിക്കാൻ കാരണമാകുന്ന ഒരു ബൈത്ത്, സ്വർഗം കിട്ടാൻ കാരണമാകുന്ന ഒരു ബൈത്ത്. ഇത് ചെയ്യുമ്പോൾ നമ്മൾ സ്വാഭാവികമായും നന്മകൾ ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഈമാൻ കിട്ടി നന്മകളിലേക്ക് അടുത്ത് നല്ല മരണം കിട്ടാൻ കാരണമാകുന്ന ഒരു ബൈത്താണ് ഇൻഷാ അല്ലാഹ് ഇന്ന് പറഞ്ഞിട്ടുള്ളത്. ഒരാളും ഒഴിവാക്കരുത്. ആർക്കെങ്കിലും ഈമാൻ കിട്ടി മരിക്കാതിരിക്കാൻ ആഗ്രഹമില്ലല്ലോ. എല്ലാവർക്കും ഈമാൻ കിട്ടി മരിക്കണം, സ്വർഗം വേണം. അതാ ഞാൻ പറഞ്ഞത്. ഒരാൾക്കും ഒഴിവാക്കാൻ കഴിയാത്ത 2 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ചൊല്ലുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു 10 ദിവസം, ഒരു 10 തവണ ഒക്കെ ചൊല്ലിയാൽ ഇത് കാണാതെ പഠിയും.